ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒപ്പോയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽപ്പെട്ട സ്മാർട്ട് ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒപ്പോ F17 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ ഫസ്റ്റ് ഇംപ്രഷൻ, പിന്നെ സ്പെസിഫിക്കേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈ ഫോൺ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല, മറ്റേ നേരിട്ട് ഫോണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഈ ഫോണിൻ്റെ ഡിസൈനും ഒരു ഓറിയോ നോക്കാം. റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു പവർ ഓൺ ഓഫ് ബട്ടണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൈഡിലൊരു അലുമിനിയം പാനൽ പോലെ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എൻ്റെ വോളിയം റോക്കേഴ്സ്, മുകളിൽ വോയിസ് ക്യാൻസലേഷൻ മൈക്ക്. പിന്നെ ഈ ഫോണിന് താഴെ USB C ടൈപ്പ് പോർട്ടാണ്, ചാർജിങ് പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു നല്ല പോളികാർബണേറ്റ് ബോഡി, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല ഗൈസ്. ഇതിൻ്റെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സൂപ്പർ ലുക്കായിട്ടൊരു ഫോണാണ്. നമുക്ക് ഇതിൻ്റെ പോളികാർബണേറ്റ് കളറും നല്ല രണ്ട് ഡുവൽ ടോൺ കളറാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ക്യാമറ മോഡ്യൂൾ കാണാം, നല്ലൊരു സ്ക്വയറിൻ്റെ അകത്തൊരു ക്യാമറ മോഡ്യൂൾ കാണാം ഇതിൻ്റെ അകത്ത്. ഫ്രണ്ടിലാണെങ്കിൽ ഒരു പഞ്ച് ഹോളിലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. അതും ഒരു ഡബിൾ ക്യാമറയാണ്, ചെറിയൊരു പഞ്ച് ഹോളാണ് നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. സ്പെസിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇതുപോലെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, അതെല്ലാവരും ആവശ്യമുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആ ബോഡിയുടെ ഫീച്ചേഴ്സ്. പിന്നെ ഫസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ, 6.5 ഇഞ്ച് അടുത്ത് വരുന്ന ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റെ അകത്തുള്ളത്. അതിൽ നമുക്ക് 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇപ്പോഴത്തെ 90 ഹെർട്സ് ഡിസ്പ്ലേ ഒന്നും ഈ ഫോണിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. 60 ഹെർട്സിൻ്റെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്ന ഒരു പഞ്ച് ഹോളിലാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഡബിൾ ക്യാമറ പഞ്ച് ഹോളിൽ ഒരുപാട് വലുപ്പമൊന്നുമില്ല, നമുക്ക് മിനിമം വലുപ്പമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു നമുക്ക് ഇതിൻ്റെ ഇരിക്കുന്ന ഹയർ വേരിയൻ്റാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത്. അത് 8GB 128 ഇൻ്റർണൽ ഉള്ള ഒരു വേരിയൻ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 128GB UFS 2.1 സ്റ്റോറേജാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഈ ഫോണിൽ ഹീലിയോ P95 എന്ന പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത്യാവശ്യം പെർഫോമൻസ് ഉള്ള പ്രോസർ. പിന്നെ അതിൻ്റെ അകത്ത് ഓൾറെഡി 16GB ആണ് ഈ ഫോൺ സിസ്റ്റം യൂസ് ചെയ്തിരിക്കുന്നത്. 8GB റാമിൻ്റെ വേരിയൻ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പിന്നെ ഡിസ്പ്ലേക്കൊക്കെ നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. ഡിസ്പ്ലേ 800 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ പക്കായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നല്ല പ്രീമിയം ഫീലാണ് ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ. നമുക്കിപ്പം ഫ്രണ്ടിലൊരു പഞ്ച് ഹോൾ ക്യാമറ, പിന്നെ എന്താണ് അതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ബ്രൈറ്റ്നസ്. നമുക്ക് പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബ്രൈറ്റ്നസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ഫോണാണ്. വെറും 165 ഗ്രാം മാത്രമാണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കാണാൻ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം. അത് ഒപ്പോടെ ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഡിസ്പ്ലേ ഫുൾ HD ഡിസ്പ്ലേ എന്ന് പറഞ്ഞു. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.43 ഇഞ്ച് വരുന്ന സൂപ്പർ അമോലെഡ് ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് 60 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റാണ് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നല്ല വീഡിയോ ക്വാളിറ്റി, ഡിസ്പ്ലേ നല്ല വീഡിയോ ഒക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല പിക്ചർ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഡിസ്പ്ലേക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് കോളിംഗ് പോലുള്ള 3+ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചുകളൊന്നും ഡിസ്പ്ലേയിൽ അങ്ങനെ ഏൽക്കുന്നൊന്നുമല്ല. അങ്ങനൊരു ഗുണം ഈ ഡിസ്പ്ലേയിൽ മെയിനായിട്ടും ഒപ്പോ നൽകിയിട്ടുണ്ട്. അടുത്ത ഈ ഫോണിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. 165 ഗ്രാം മാത്രമാണ് ഈ ഫോണിൻ്റെ ഒരു വെയിറ്റ് വരുന്നുള്ളൂ. അതുകൂടാതെ ഇതിന് 7.5 mm തിക്നെസ് മാത്രമാണ്. ഇനി നമുക്കിത് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഞാൻ പറഞ്ഞില്ല, ബാക്കിൽ 4 ക്യാമറയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു ഭംഗിയുള്ള മോഡ്യൂളിൻ്റെ അകത്ത്. അതിനകത്ത് ഫസ്റ്റ് പ്രൈമറി സെൻസർ 48 മെഗാപിക്സലിൻ്റെ 8MP അൾട്രാ വൈഡ് ലെൻസ്, 2MBയുടെ ഡെപ്ത് സെൻസർ വീതമാണ് അതിനകത്ത് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ 16+2MBയുടെ ക്യാമറയാണ് ലഭിക്കുന്നത്. ബാക്ക് ക്യാമറയിലൊക്കെ നോക്കുന്ന നല്ല പിക്ചർ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സൂം ചെയ്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്റ്റലായിട്ട് പിക്ചേഴ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയ്ക്ക് നല്ല വൈഡ് ആംഗിളൊക്കെ നല്ല പക്കായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ നല്ല ഒരു കളറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഫ്രണ്ടിൽ 16MB ആണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. 32 മെഗാപിക്സലിൻ്റെ ക്യാമറയിൽ നിന്നും ഒരു ഫീൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രീമിയം ഫീൽ തന്നെ ഇവിടെ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4015 mAhൻ്റെ 30 വാട്ട്സോട് കൂടി വരുന്നൊരു ഫാസ്റ്റ് ചാർജറോട് കൂടി ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കൊണ്ടായിരിക്കും ഫോൺ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. നല്ല പ്രീമിയം ഫോൺ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണത്. ആ കാര്യത്തിൽ ആ ഒരു ഒപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഫോൺ മെയിനായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഫോണിൻ്റെ ഒരു റിവ്യൂ എന്നുള്ള രീതി നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വീണ്ടും പിന്നീടുള്ള വീഡിയോസിലൊക്കെ കിട്ടുവാണെങ്കിൽ ഡീറ്റെയിൽഡ് പരിശോധിക്കാവുന്നതാണ്. അത് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ OPPO F17 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഫീച്ചേഴ്സ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചേർത്തുകയാണ് ഗൈസ്. നമ്മൾ ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഫോൺ നമുക്ക് റിവ്യൂക്കായിട്ട് വന്നത് പാലിയം മൊബൈൽസ് കൂത്താട്ടോളം എന്ന് പറയുന്ന നമ്മുടെ ചങ്ക് ബ്രദേഴ്സിൻ്റെ ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ വിതിൻ സൈനിങ് ഓഫ് ആൻഡ് താങ്ക് യു.